കാണാൻ പറ്റുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ നേരം വെളുക്കുന്നുള്ളു. മൊബൈലിൻ്റെ വെട്ടത്തിലാണ് ഞങ്ങളുടെ ഇൻട്രോ എടുപ്പ്. വേറെ അങ്ങോട്ടല്ല, നമ്മളിപ്പം പോകുന്നത് ബംഗാരം തിന്നക്കര ഐലൻഡിലോട്ടാണ്. അപ്പോൾ രാവിലെ 6 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പോകേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി രാവിലെ റെഡിയായിട്ട് ഇറങ്ങിയേക്കുവാണ്. ഇതില്ലെങ്കിൽ ഇപ്പോൾ ഇൻട്രോ എടുപ്പ് നടക്കത്തില്ലായിരുന്നു, കാരണം വെട്ടമില്ല. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ പോകുന്ന വഴിക്ക് കാണാം. അവിടെ നമ്മുടെ സ്പീഡ് ബോട്ടുണ്ട്, കണ്ട് പ്രേതത്തെ പോലെ ഉണ്ടോ? അപ്പോൾ അവിടെ നമുക്ക് സ്പീഡ് ബോട്ടല്ല, സോറി, അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ബോട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മളപ്പം ബംഗാരം പോകാൻ വേണ്ടി ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുവാണ്. ഒരു അരമണിക്കൂറിനാവും നമ്മൾ ബംഗാരം സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ബോട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. നേരം വെളുത്ത് വരുന്നുള്ളൂ. ഇതാണ് ഇവിടുത്തെ നേരം വെളുത്ത് വരുമ്പോഴുള്ള ബീച്ചിലെ ഒരു കാഴ്ച. കാണാമല്ലോ അല്ലേ? ഹായ്. അപ്പോൾ നേരം പതിയെ വെളുത്ത് വരുന്നുണ്ട്. നേരത്തെ കണ്ടേക്കുന്ന ആ ഒരു ഇരുട്ടൊക്കെ മാറി അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ വിസിബിളായിട്ട് വന്നിട്ടുണ്ട്. ആ കാണുന്ന ബോട്ടിലാണ് നമ്മൾ ബംഗാരം പോകുന്നത്. ഈ ഒരു ബോട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറാണ് സമയം എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എന്തായാലും പോകുമ്പം അറിയാൻ പറ്റും. ഈ മോർണിംഗ് ടൈം വന്ന് ഈ ബീച്ചിൽ നിൽക്കാൻ നല്ല രസമാട്ടോ. കാരണം ഇവിടെ ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മറ്റ് ഡെസ്റ്റിനേഷൻ പോകുന്ന പോലെ ഇവിടെ ഈ പറയുന്ന പോലെ അധികം ഗസ്റ്റുകൾ അങ്ങനെ ഇല്ല. ഈ പാസ്സൊക്കെ എടുത്ത് വരേണ്ടതുകൊണ്ട് ഒരു ലിമിറ്റഡ് ആൾക്കാർ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് വലിയ ഓവർ ക്രൗഡൊന്നും ഇല്ല. നമുക്ക് സ്വസ്ഥമായിട്ട് ബീച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങ് കാണുന്ന ആ വെട്ടം എന്താണെന്ന് വെച്ചാൽ ഒരു ഷിപ്പിൻ്റെ വെട്ടമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷദ്വീപിലോട്ട്, അതായത് നമ്മുടെ ഇങ്ങോട്ട് ആൾക്കാർ വന്നേക്കുന്ന ഷിപ്പ് പുറത്ത് ഇത് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്ന വെട്ടം. നല്ല ദൂരം കേട്ടോ, ഇങ്ങനെ സൂം ചെയ്തേക്കുന്നതുകൊണ്ട് ഇങ്ങനെ കിട്ടിയേക്കുന്നതാണ്. അതുപോലെ തന്നെ ബംഗാരം തിന്നേരയൊക്കെ പോകാൻ വേണ്ടിയുള്ള ബോട്ടുകൾ, ഫിഷിംഗ് ബോട്ടുകൾ, അങ്ങനെയുള്ള ബോട്ടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഫുള്ള് ബംഗാരത്തിലെ കാഴ്ചകൾ കാണാം. രാവിലെ ഒരു ചേട്ടൻ ചൂണ്ടയും കൊണ്ട് വന്നിട്ടുണ്ട്. ചൂണ്ടയിടുന്നു, എറിയുന്നു, വലിക്കുന്നു. നമ്മുടെ പുതിയ രീതിയിലുള്ള ചൂണ്ടയാണ്. മറ്റേ പഴയ രീതിയിലുള്ള മറ്റേ ഇരയിടുന്നതല്ല, പുതിയ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇരയുള്ള ആ സംഭവമാണ് ഇവിടെ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇപ്പം നേരം അത്യാവശ്യം വെളുത്ത് വന്നു. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പുറത്ത് വന്നില്ലെങ്കിലും സൂര്യൻ്റെ വെട്ടങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് ആ കണ്ട കടലിൻ്റെ നിറമൊക്കെ മാറിയിട്ട് ആക്ച്വലി ലക്ഷദ്വീപിൽ എന്താണ് വെള്ളത്തിൻ്റെ നിറം, ആ വെള്ളത്തിൻ്റെ നിറമായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ക്ലിയറായിട്ടുള്ള ഒരു പച്ചപ്പൊക്കെ വന്ന് ഒരു ചെറിയ നീല നിറത്തിലേക്കുള്ള നമ്മുടെ പക്ക ക്ലിയർ വെള്ളത്തിൻ്റെ കാഴ്ച കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്നാണ് നേരെ ബംഗാരം പോകുന്നത്. നേരത്തെ കാണിച്ച പോലെ ആ ബോട്ടിലാണ് നമ്മൾ ബംഗാരം പോകുന്നത്. അത്യാവശ്യം എല്ലായിടത്തും വെട്ടമൊക്കെയായി. കാരണം ഈ ഒരു വെട്ടം വന്നിട്ട് പോയാലാണ് നമുക്ക് ആ കാഴ്ചകൾ ശരിക്കും കാണാൻ പറ്റുന്നത്. അതാണെന്ന് വെയിറ്റ് ചെയ്തത്. നമ്മുടെ സാരഥിയായിട്ടുള്ള ഹക്കീം മുനീർ ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. രാവിലെ ഈ മനുഷ്യനുണ്ടോ 4 രൂപ എഴുന്നേൽപ്പിച്ചാണ് 5 മണിയാകുമ്പോൾ പോകണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം സമയം 6:30 അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയുള്ള ബോട്ടിൻ്റെ ആൾക്കാർ അതിൻ്റെ പെട്രോളോ സംഭവം കൊണ്ടൊക്കെ വരുന്നുണ്ട്. നമ്മളെ ബോട്ടിൻ്റെ ഓണർ നമ്മുടെ ബോട്ട് അതാണ്. അപ്പം ഈ ബോട്ടേലാണ്, ഈ വള്ളത്തേലാണ് നമ്മൾ ആ ബോട്ടിലോട്ട് പോകുന്നത്. നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ അവിടെയാണ് നിന്നത്. അവിടെ ഈ ബോട്ടേൽ ഇവിടെ എത്തി. ഇനി ഈ ബോട്ടേ നമ്മൾ നേരെ ബംഗാരം പോവാണ്. ഇവിടെ നിന്നൊക്കെ ഈ കടൽ കണ്ടത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ, നല്ല ക്ലിയർ വെള്ളം, നല്ല ഗ്ലാസ് ഇട്ടേക്കുന്ന പോലത്തൊരു ഫീലിംഗാണ്. ഞങ്ങൾ ശരിക്കും ഇന്നലെ ബംഗാരം പോകാൻ വേണ്ടി ഇരുന്നതാണ്. പിന്നെ ഇന്നലെ നല്ല കാറ്റാണ്. പിന്നെ ഇന്നത്തേക്കിനെ മാറ്റി വെച്ചു. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. കാറ്റുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള പോക്ക് പ്രത്യേക രസമായിരിക്കും കേട്ടോ. കാരണം ഈ സാധനം കൊണ്ടുണ്ടല്ലോ ഇളകി മറിഞ്ഞ് പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ബംഗാരം യാത്ര എന്നുള്ള. എന്തായാലും 2 ദിവസം പോയി സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്.
നമ്മുടെ ലക്ഷദ്വീപിൽ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ശരിക്കും ഇവിടുത്തെ സൂര്യോദയവും സൂര്യാസ്തമയവും ഭയങ്കര രസമാണ്. കാരണം ഈ കടലിലോട്ട് ഈ സൂര്യൻ്റെ വെട്ടെല്ലാം കൂടെ അടിച്ച് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. കൂടെയാണ് പോകുന്നത്. ഇത്ര നേരം നല്ല എന്തോ നമ്മുടെ മുനിയുമായി ഇതാ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ബോട്ടിൻ്റെ ഒരു യാത്രയുടെ രസം ഇതാണ്. ഇതുണ്ടോ, ഇത് നമ്മൾ നല്ല കടലിൽ കൂടെയാണ് പോകുന്നത്. നല്ല ഫിഷിംഗ് ബോട്ട് പോലെ പൊങ്ങുന്നു താഴുന്നു പൊങ്ങുന്നു താഴുന്നു. സംഭവം നല്ല അടിപൊളി എൻജോയ്മെൻ്റ് ആണ്. നമ്മുടെ മുനീർ ഭായി ഇവിടെ നിന്ന് ശരിക്കും എൻജോയ് മുനീർ ഭായി ഇവിടെ നിന്ന് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കും. മുഖത്തൊരു ഭാവഭേദവും ഇല്ല, ഒന്നുമില്ല, ചുമ്മാ നിൽക്കുന്നു. ഇതൊരു അടിപൊളി യാത്ര കേട്ടോ, പൊളി യാത്ര. ഈ കാറ്റ് വന്നാൽ ഇങ്ങനെയല്ല, കുറച്ചുകൂടെ രസമായിരിക്കും. വന്ന ദ്വീപാണ് അങ്ങ് കാണുന്നത്. അവിടെ നമ്മൾ നേരെ ഇങ്ങോട്ട് പോവാണ്. നമ്മുടെ ഹക്കീമൊക്കെ ചൂണ്ടിടാൻ പോവാണ്. കൊമ്പസ്രാവുമായിട്ട് വരത്തുള്ളതെന്ന് പറയുന്നത്. നമ്മുടെ ബോട്ടിൻ്റെ ഈ ഒരു പോക്ക് ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സംഭവം നല്ല ഹെവി മൂഡാണ്. ഈ ഗ്യാരണ്ടി റൈഡ് പോകുന്നവരാണ് കടലിൽ കൂടെ പോകുന്നത്. നമ്മുടെ മുനീറിനെ അടിപൊളിയായിട്ട് എങ്ങനെയുണ്ട് ചൂണ്ടിട്ടിരിക്കുകയാണ്. ഈ ചൂണ്ട കിട്ടിയിട്ട് മീൻ കിട്ടിയിട്ട് വേണം ഈ സാധനം പോയി പുറത്ത് തിന്നാൻ. ആ കടലിൻ്റെ ആട്ടം ഒന്ന് കണ്ണു നോക്കിയേക്കുണ്ടോ. നമ്മുടെ ബോട്ടിൻ്റെ യാത്രയാണ് ഈ കാണുന്നത്. ബോട്ട് ഫുള്ളായിട്ട് കണ്ടാൽ ചിലപ്പോൾ ഏകദേശം നമ്മുടെ യാത്രയുടെ ഒരു രസം മനസ്സിലാവും. സംഭവം എന്തായാലും ഹെവി. നമ്മുടെ ബോട്ടിൻ്റെ നേരെ നിൽക്കുന്ന ബോട്ടിൻ്റെ സൈഡാണ് ഞാൻ കാണുന്നത്. കണ്ടോണം കുറച്ച് കഴിയുമ്പോൾ കടലിൽ പോയി കൂട്ടുന്നത്. ഇവിടുത്തെ തിരയുടെ ഒക്കെ ഒരു കണ്ടോ കണ്ടോ. ഇക്കതെ കൊമ്പസ്രാവിനെ പിടിക്കാൻ വേണ്ടി അതികഠിനമായിട്ട് ചൂണ്ടിട്ടോണ്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. മുനീറിൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോഴത്തേക്ക് ഈ ട്രിപ്പിൻ്റെ സുഖം മനസ്സിലാവല്ലോ. ഇതുവരെ പള്ളി കയറാത്തവരാ ഇന്നിപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. സകല ദൈവങ്ങളെ ഇന്നയാണെന്നൊന്നുമില്ല, എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ സൈഡ്. ഇത് ഇങ്ങനെ പൊങ്ങി കണ്ടോ, ഇങ്ങനെ പോയി ഇങ്ങനെ പൊങ്ങി. അപ്പോൾ നമ്മൾ ആ കാണുന്ന അകത്തിൽ നിന്ന് പോന്നു. അതുപോലെ നമ്മൾ ബംഗാരത്തിൽ പോയി ചേരും. കണ്ടോ അടിക്കുന്ന കണ്ടോ. ആ തിരയുടെ ഒരു വലുപ്പം കണ്ടോ കേട്ടോ. അത് ലൂസാക്കി